രാധ, അവർ തന്ന ബഡ്ജറ്റിൽ അതിനുള്ള കാശില്ല. ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ലിമിറ്റ് ഉണ്ടായിരിക്കില്ല. എന്നാൽ ജീവിതം അങ്ങനെയല്ല. അച്ഛനും അമ്മയും ഇത്രയും അറേഞ്ച് ചെയ്യാൻ തന്നെ വളരെയേറെ കഷ്ടപ്പെട്ടിരിക്കുന്നു. ഓരോ രൂപയും കൂട്ടിവെച്ച് എത്ര സാധിക്കുമോ അത്രയും ചെയ്യാൻ അവർ ശ്രമിക്കുകയാണ്. ആരതി വിഷമിക്കൊന്നും വേണ്ട, ഞങ്ങൾ തീർച്ചയായും ചെയ്തിരിക്കും. എന്റെ മനസ്സിന് റെഡ് റോസ് സന്തോഷം തരും. എന്നാൽ ജീവിതത്തിലെ ഉയർച്ച താഴ്ചകൾ അങ്ങനെ തന്നെ കാണും. ഇത് കാരണം അച്ഛനെയും അമ്മയും ബുദ്ധിമുട്ടിക്കാൻ എനിക്ക് കഴിയില്ല. എന്റെ ആഗ്രഹങ്ങളെല്ലാം എന്റെ ഹൃദയത്തിൽ തന്നെ വെച്ചിരിക്കുകയാണ്. ഹൃദയത്തിലെ അലങ്കാരത്തിന് പ്രത്യേകിച്ച് ചെലവൊന്നും ഉണ്ടാവില്ലല്ലോ. നിങ്ങളിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ടാരതി. എന്തുകൊണ്ട് നിങ്ങളൊരു ദേവത തന്നെയാ. നിങ്ങൾ കണ്ടിന്യൂ ചെയ്യൂ, ഞാനൊന്ന് അങ്ങോട്ട് ചെല്ലട്ടെ. വെറുതെ അങ്ങ് ഉയരം വെച്ചു എന്ന് വെച്ച് വലിയ ആളൊന്നും ആവില്ല. എവിടെ താഴണമെന്ന് അറിയുന്നവനാ വലിയ മനുഷ്യൻ, അല്ലാതെ നിന്നെ പോലെയുള്ളവരല്ല. ഇത്ര പോലും വേദന സഹിക്കാൻ നിനക്ക് പറ്റില്ലേ? അമ്മൂ, നിന്റെ അമ്മതാ വിളിക്കുന്നു. ഞാനും കേട്ടു. ഇവിടെ വാ, ആ ചെയറിലെടുത്തോളൂ വെച്ചേ. എന്നെ കളിയാക്കാൻ വേണ്ടി ഇതൊക്കെ ചെയ്യുന്നതെന്ന് എനിക്കറിയാം. എനിക്ക് അധിക നേരം ഈ വേഷത്ത് തുടരാൻ പറ്റില്ല. സിദ്ധാർത്ഥനെ കണ്ട് പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാക്ക്. അമ്മൂ. അയ്യോ, കേക്കുന്നുണ്ടമ്മേ, ഞാൻ അങ്ങോട്ട് വരുവാ. അമ്മൂ. അയ്യോ, എന്തിനാമ്മേ എപ്പ നോക്കിയാലും അമ്മോ അമ്മോന്ന് വിളിച്ചു പോയിക്കൊണ്ടിരിക്കുന്നേ? ഇടി, നിന്നെ ഞാൻ എവിടൊക്കെ തിരക്കണം? എവിടെ പോയിരുന്നു നീ? അതമ്മേ ആ അഹങ്കാരി. എന്തരീന്ന് അരിപ്പായസം നോക്കാനോ? അതെ അമ്മേ, അരിപ്പായസം ഉണ്ടാക്കിയില്ലേ, അതിന്റെ ടേസ്റ്റ് നോക്കാൻ അടുക്കളയിൽ പോയതാ. ഇപ്പോഴാണോ അരിപ്പായസം കൊടുക്കുന്നേ? അയ്യോ, അത് ശരിയാണല്ലോ. അമ്മ, ആക്ച്വലി സാലഡ് ഉണ്ടാക്കുമായിരുന്നു ഞാൻ. അതിനുള്ളിൽ ചോദിച്ചപ്പോ കൊടുക്കാൻ പോയതാ. എന്തുവാടി ഇങ്ങനെ തലയ്ക്ക് വെളിവില്ലാതെ ഓരോന്നിങ്ങനെ വിളിച്ചു പറയുന്നേ? കല്യാണത്തിന്റെ ടെൻഷനൊക്കെ അല്ലേ, ഉത്തരവാദിത്വമൊക്കെ എന്റെ തലയിലല്ലേ, കുറച്ചൊക്കെ അങ്ങനെ ഉണ്ടാവും. ആദ്യം എന്തിനാ വിളിച്ചെന്ന് കാര്യം പറയാമേ. എല്ലായിടത്തും നീ ഒന്ന് ശ്രദ്ധിക്ക്, നിനക്ക് തന്നെ എല്ലാം മനസ്സിലാവും. സൂപ്പർ ആയിട്ടുണ്ട്, നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ശരിക്കും സൂപ്പറാ. ചേച്ചി ഇതെല്ലാം കണ്ടോ അമ്മേ? ഇല്ല, അതിഥി അയച്ചിട്ടുണ്ട് കൂട്ടിക്കൊണ്ടുവരാൻ. അതേ എത്തിയല്ലോ. റെഡ് റോസ് വേണ്ടെന്ന് പറഞ്ഞിട്ട് അതിൽ തന്നെ ഡെക്കറേറ്റ് ചെയ്തല്ലോ. നിങ്ങളുടെ ചിരി തന്നെയാണ് എന്റെ സന്തോഷം. നിന്റെ വിവാഹം ഒരു തടസ്സവുമില്ല, നന്നായി നടക്കും. നീ ഒന്നുകൊണ്ടും വിഷമിക്കരുത്. എന്തുകൊണ്ട് നിങ്ങളൊരു ദേവത തന്നെയാ. എന്നാലും അതെന്തോ ബഡ്ജറ്റ് തികയില്ലെന്ന് പറഞ്ഞല്ലോ. അതൊക്കെ വിട്ടേക്കമ്മേ, ഞാനിതിന് എക്സ്ട്രാ ചാർജ് ഒന്നും വാങ്ങിക്കുന്നില്ല. എനിക്ക് ഇവിടെ വന്നപ്പോ ഞാൻ എന്റെ വീട്ടിലാണെന്ന് തോന്നിപ്പോയി. ഞങ്ങൾക്ക് ലേബർ ചാർജും വേണ്ട, മെറ്റീരിയൽ ചാർജ് മാത്രം തന്നാ മതി. നീ ദൈവത്തെ പോലെയാണ് മോളെ ഇവിടെ വന്നത്. ശരിക്കും നീ ദൈവം തന്നെയാണ്. അങ്ങനെയൊന്നും പറയല്ലേ അമ്മേ. നിങ്ങളുടെ ചിരി തന്നെയാണ് എന്റെ സന്തോഷം. ഒരാളുടെ സന്തോഷത്തിന് വേണ്ടി ഇങ്ങനെ ഒരാൾ പ്രയത്നിക്കുന്നതാണ് യഥാർത്ഥ കുടുംബം. 4 പെൺകുട്ടികൾ 4 തൂണുകൾ പോലെ നിൽക്കുന്നത് കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നു അമ്മേ. നിങ്ങളുടെ അനിയത്തെ നിങ്ങളെ സഹായിക്കില്ല എന്നുള്ള വിഷമത്തിലാണോ? അഞ്ജു, വെറുതെ ഇരിക്കെ. അത് വിട് രാധ ചേച്ചി. നിങ്ങളുടെ മുത്തശ്ശിയില്ലേ, വളരെ സ്ട്രോങ് ആയ മുത്തശ്ശി, എങ്ങനെയുണ്ട് ഇപ്പോഴും അങ്ങനെ തന്നെയാണോ? എപ്പോഴും വഴക്കാണോ?
മുത്തശ്ശി വഴക്കു പറഞ്ഞാലും അവര് നല്ല മനസ്സുള്ളവരാണ്. എനിക്കാണെങ്കിൽ അച്ഛന്റെ സ്നേഹം എങ്ങനെയാണെന്ന് പോലും അറിയില്ല. എന്നാലും അവരെന്നെ നല്ലതുപോലെ സ്നേഹിച്ചാണ് വളർത്തിയത്. എന്നാലും അവരുടെ വർത്താനം വായി വരുന്നതൊക്കെ വിളിച്ചു പറയും. അവരുടെ സ്വഭാവം അങ്ങനെ തന്നെയാണ്. പക്ഷെ അവര് നല്ലവരാണ്. ആരതി, നീ ഒന്നുകൊണ്ടും വിഷമിക്കരുത്. നിന്റെ വിവാഹം ഒരു തടസ്സവുമില്ല, നന്നായി നടക്കും. ഒരു പെണ്ണിന് മറ്റൊരു പെണ്ണിന്റെ വിഷമം നന്നായിട്ട് മനസ്സിലാവും. നീ ഞങ്ങളുടെ മനസ്സ് നല്ലപോലെ കണ്ടല്ലോ മോളെ. നിന്നെ ഞാൻ മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിക്കുകയാണ് മോളെ. ഈ സുന്ദരി രാധയ്ക്ക് ശ്രീകൃഷ്ണനെ പോലൊരു ചെറുക്കനെ കിട്ടട്ടെ. അമ്മേ, കൃഷ്ണൻ വളരെ നല്ലവനാണ്. പക്ഷെ എനിക്ക് രാമനെ പോലുള്ള ഭർത്താവ് വേണം. നിന്റെ മനസ്സിൽ എന്താണോ ആഗ്രഹിക്കുന്നത് അങ്ങനെ തന്നെ നടക്കും മോളെ. ഞങ്ങള് നിന്നെ സഹായിക്കാം. ഈ രാധമ്മയുടെ കല്യാണത്തിന് ഞങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവും. ശരി അമ്മേ, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി മോളെ. അമ്മേ, ഞാൻ ഇവരെ ഗേറ്റ് വരെ കൊണ്ടുവിട്ടിട്ട് വരാം. അമൂല്യ, നീ ഇപ്പൊ വരണമെന്നില്ല. നിങ്ങൾക്ക് ഇവിടെ തന്നെ ഒരുപാട് ജോലി ഉണ്ടല്ലോ. അല്ല, പേയ്മെന്റ് ഒക്കെ ഞങ്ങൾ അത് സുമേഷിന്റെ അടുത്ത് പറഞ്ഞോളാം. അവരാണ് ഞങ്ങളെ ഇങ്ങോട്ടേക്ക് അയച്ചത്. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. വരട്ടെ അമ്മേ, വരട്ടെ. ശരി. ആ വാ മക്കളെ, നമുക്ക് കുറച്ച് ജോലിയും കൂടെ ബാക്കിയുണ്ട്. സുമേഷാണ് ഇവരെ ഇങ്ങോട്ട് അയച്ചതെങ്കിൽ ഇതിന്റെ പിന്നിൽ വേദാന്തായിരിക്കും. ഞാൻ പറഞ്ഞ കാര്യം എന്തായി? സാറ് പറഞ്ഞൊന്നും നടക്കുന്നു തോന്നില്ല സാർ. അവന്റെ ഫോട്ടോ ഒന്നും ഇവിടെ എവിടെയും കാണുന്നില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യും സാർ? പ്രൈവറ്റ് ഡിറ്റക്റ്റീവിന്റെ സഹായം തേടിയത് എന്നോട് ഈ റീസൺസ് ഒന്നും പറയാനല്ല. ഏൽപ്പിച്ച ജോലി പെട്ടെന്ന് ചെയ്യാൻ നോക്ക്. കാശ് എത്ര വേണമെങ്കിലും ഞാൻ തരാം. പ്രമി, ഇവിടെ ഇപ്പൊ നീ ഇങ്ങനെ താലിയില്ലാതെ നടന്നാൽ ശരിയാവില്ല. ആരെങ്കിലും ശ്രദ്ധിച്ചാൽ നമുക്കല്ലേ അതിന്റെ മോശം. എല്ലാവരോടും ഉത്തരം പറയേണ്ടി വരും. അതുകൊണ്ടേ പോയി ഡ്യൂപ്ലിക്കേറ്റ് കരിമണി മാല ഇട്ടോ. അഞ്ജു, ഒന്ന് വേഗം വരുന്നുണ്ടോ? നീ പൂ കൊണ്ടുവന്നില്ലേ? ലേറ്റ് ആയി കഴിഞ്ഞ അമ്മ നല്ല പോലെ ചൂടാവും. വിക്കി എന്നെ കാണാൻ ഇന്ന് വരുമോ അതോ നാളെ ഇനി വരുള്ളോ? ഇത്രയും നേരമായിട്ട് എന്നെ കുറിച്ചോ ഞാൻ ഇന്നിട്ടിരിക്കുന്ന കോസ്റ്റ്യൂമിനെ കുറിച്ചോ വിക്കി ഒന്നും അന്വേഷിച്ചിട്ടേ ഇല്ല. അയ്യോ, നീ തന്നെ ചൂടിത്താ. അയ്യോ, ഒരു മുല്ലപ്പൂ ചൂടിക്കുമ്പോ നിനക്കറിയില്ല എന്താ നീക്ക. നീയോ? അയ്യോ വിക്കി, നീയോ? നീ എന്താ ഇവിടെ? ആരെങ്കിലും വന്ന് കണ്ടു കഴിഞ്ഞാ പിന്നെ അത് മതിയാവും.
ഓരോ തവണ അങ്ങനെ രക്ഷപ്പെട്ടു പോവാനൊന്നും പറ്റില്ല. കാതിൽ പറഞ്ഞു നീ എന്നുമെന്നും എന്റേതു മാത്രം ഒഴുകുമെൻ വിശ്വാസമായി ഉയിരിനെ പുൽകിടുമോ എൻ മൗനങ്ങൾ തേടും സംഗീതമേ. സാരിക, വാതിലെന്തിനടച്ച്? ചെക്കൻ ഞാനല്ലേ. മണ്ഡപത്തിലേക്ക് എപ്പോ വേണമെങ്കിലും എന്നെ വിളിക്കും. ഇത്ര അർജന്റായിട്ട് സംസാരിക്കാൻ എന്താ ഉള്ളേ? നിന്റെ കല്യാണത്തിന് സഹായിച്ചതിനാൽ മണ്ഡപത്തിലേക്കുള്ള വഴി മുടക്കില്ലല്ലോ അല്ലേ? നാളെ നീ ആരതിയും കെട്ടി അവളെയും വിറ്റ് എങ്ങോട്ടെങ്കിലും എസ്കേപ്പ് ആവില്ലേ? ഒരു താങ്ക്സ് പറയാൻ പോലും കിട്ടില്ല. അതുകൊണ്ട് ഇപ്പോഴേ താങ്ക്സ് പറയാൻ വേണ്ടി വന്നതാ. നീ പറഞ്ഞതെന്തായാലും സത്യം തന്നെയാ. നാളെ രാവിലെ ഞാൻ കല്യാണ മണ്ഡപത്തിൽ വന്നിരിക്കുമ്പോ ചില ആൾക്കാർ ആ കല്യാണം മുടക്കാനായിട്ട് അവിടെ തീർച്ചയായിട്ടും സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ടാവും. ഞാൻ അവർക്ക് ആർക്കും പിടികൊടുക്കാതെ അവര് പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ ഞാൻ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങിപ്പോവും. What? നിങ്ങൾ അവരുടെ പ്ലാൻ പ്രകാരം ചെയ്യാൻ പോവാണോ? ഞാനങ്ങനെ ചെയ്യുമ്പോ എല്ലാവരും ഷോക്കാവും. വേദാന്തിനും അമൂല്യയ്ക്കും അത് സന്തോഷമാവും. ഞാൻ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് പോകുമ്പോ അവിടെ പോലീസും എത്തും. ഇതാണ് ഞാൻ ഏറെ നേരമായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്നത്. പിന്നെ എന്ത് സംഭവിക്കും? എല്ലാം ഇനി തകിടം മറിയാൻ പോവാ. ഒരുപാട് പെൺകുട്ടികളോട് വിക്കി വിശ്വാസവഞ്ചന ചെയ്തിട്ടുണ്ടെന്ന് കംപ്ലൈന്റ് ഉണ്ട്. അറസ്റ്റ് ചെയ്യാനായി അറസ്റ്റ് വാറണ്ടും കൊണ്ടായിരിക്കും അവര് വരുന്നത്. അതെല്ലാം വിശ്വസിക്കൂ? തെളിവ് ചോദിച്ച ഞാൻ എന്ത് പ്ലാൻ ചെയ്താലും അത് നല്ലതുപോലെ ആലോചിച്ചേ ചെയ്യാറുള്ളൂ. ഞാനിതൊന്നും തമാശക്ക് ചെയ്യുന്നതല്ല. ഈ സീനിന് വേണ്ടി എല്ലാത്തിനും ഞാൻ ഒരുപാട് പേ ചെയ്തിട്ടുണ്ട്. കെണികളെല്ലാം പെർഫെക്റ്റാ. ഗുഡ്. പിന്നെന്താ? അറസ്റ്റ് ചെയ്ത വേദാന്തിന് വേറെ വഴിയൊന്നുമില്ലാതെ സ്വന്തം അനിയനെ ഫോളോ ചെയ്തല്ലേ മതിയാവും. എല്ലാവരും അവിടെ ഷോക്കായി പോകും. വഴിന്ന് മാറി. ഞാൻ ആദ്യം ഈ വഴി വന്നത്, ഇടിച്ചു കയറി വന്നത് താനാ. അതുകൊണ്ട് ആദ്യം താ മാറ്. നിന്നോടൊന്നും തർക്കിച്ചിട്ട് ഒരു കാര്യമില്ല. പോയിടുന്നു. എടോ, താൻ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചേ? വഴി മാറിയ പോലെ അഭിനയിച്ചിട്ട് എന്റെ ഡ്രസ്സിൽ കയറി പിടിക്കുന്നോ? ഒരു പെണ്ണിനോട് പബ്ലിക്കായിട്ട് ഇങ്ങനെ ചെയ്യാൻ തനിക്ക് നാണമില്ലേ? ഞാനൊന്ന് പൊട്ടിച്ചോണ്ടല്ലോ. നീ ഒന്ന് പിന്നോട്ടേക്ക് തിരിഞ്ഞു നോക്കിയേ. കാര്യം അറിയാതെ ഓരോന്ന് പറയല്ലേ. വെറുതെ വഴക്കിടുന്നത് നിന്റെ സ്ഥിരം പരിപാടിയാ. എന്നോട് വലിയ ഡയലോഗ് അടിക്കാനൊന്നും വരണ്ട. അന്ന് ആ പാർക്ക് ഗ്രൗണ്ടിൽ വണ്ടി പാർക്ക് ചെയ്തപ്പോ കണ്ടായിരുന്നു ഞാൻ ഇയാളുടെ ദേഷ്യം. ഞാനൊന്നും മറന്നിട്ടില്ല. ഇപ്പോഴും അങ്ങനെ വല്ലതും പെരുമാറിയാലുണ്ടല്ലോ. ഷട്ട് അപ്പ്. നിന്റെ ചേച്ചിയുടെ കല്യാണം എന്ന് നടക്കുന്നത് കുറച്ചെങ്കിലും സീരിയസ് ആയിട്ട് പെരുമാറിക്കൂടെ നിനക്ക്? ആദ്യം ഒരു നല്ല പെൺകുട്ടിയെ പോലെ പെരുമാറാൻ പഠിക്കും. ഇങ്ങനെ പൊട്ടിത്തെറിച്ച് നടക്കല്ല വേണ്ട. എന്റെ ചേച്ചിയുടെ കല്യാണം എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ വീട്ടിൽ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ നടക്കും. അതിലൊക്കെ കേറി ഇടപെട്ടിട്ട് തനിക്ക് എന്ത് കിട്ടാനാ? നോൺസെൻസ്. വന്ന് നീ ഇപ്പൊ എന്റെ തലയിൽ കയറി നരങ്ങ്. നിന്നെ സഹിക്കുന്നതല്ല എന്റെ ജോലി. മിണ്ടാതെ പൊക്കോ. ചേച്ചി,
എനിക്ക് ഈ വേദാന്തനെ കാണുമ്പോ തന്നെ കലിയ. പക്ഷെ അമ്മ ചേച്ചിക്ക് ആളെ കണ്ടാൽ നല്ല ഇഷ്ടാണ്. ചേച്ചി പറഞ്ഞ പോലെ അവൻ ഭയങ്കര അഹങ്കാരിയാ. നല്ല അഹങ്കാരി. അവനെയൊക്കെ നമ്മുടെ അമ്മ ചേച്ചി ഇഷ്ടപ്പെടുമെന്നോ? ഹലോ, എന്താടീ പറയുന്നേ? അവനും ഇവനും ഒക്കെ അയാൾക്ക് നിങ്ങളെക്കാളും എത്ര വയസ്സ് കൂടുതലുണ്ടെന്ന് അറിയാമോ? കുറച്ച് റെസ്പെക്റ്റ് ഒക്കെ കൊടുത്ത് സംസാരിക്കേ. ചുമ്മാ നീ വായും പൊളിച്ച് നിക്കണ്ട. ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ റെസ്പെക്ട് കൊടുത്ത് സംസാരിക്കാൻ പറയോ? പൊട്ടിക്കാളി. നിക്കടി, ഞാനും വരട്ടെ. വിക്കി, നീ ഇപ്പൊ പോ. അമ്മ എങ്ങാനും കേറി വരും. അല്ലെങ്കിലും വേറെ ആരെങ്കിലും കേറി വന്നാലോ? വിക്കി ഇവിടെ എങ്ങാനും കണ്ട പിന്നെ എന്തായാലും ഇത് പ്രശ്നമാവും. ദൈവത്തെ ഓർത്തൊന്ന് പോ. ഒന്ന് സമാധാനത്തോടെ ഇരിക്കാറതി. എന്തിനെപ്പോഴും ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? ഞാൻ മാനേജ് ചെയ്തോളാം, വിട്ടുകളേ. അയ്യോ വേണ്ട വേണ്ട, ഇയാളിപ്പോ പൊക്കി പോവാനാ ഞാൻ പറഞ്ഞ. നീ ഇങ്ങനെ ടെൻഷൻ അടിച്ച് പറയുമ്പോ എന്തൊരു ഭംഗിയാന്നറിയോ കാണാനാരതി. ഭംഗി എന്ന് വെച്ച് കഴിഞ്ഞാല് അതിനൊക്കെ എങ്ങനെയാ വാക്കുകൊണ്ട് വർണ്ണിക്കാൻ കഴിയാ? ആ ലെവലിലാണ് നീ ഇന്ന് സുന്ദരിയായിട്ടുള്ളതാരതി. ഇത് എപ്പോഴത്തെയും പോലെ കുട്ടിക്കളിയൊന്നും അല്ല വിക്കി. പ്ലീസ് എന്റെ വിക്കി. അയ്യോ, ഒന്ന് അടങ്ങിയിരിക്കേ. ഇന്നൊരു ദിവസം മാത്രമല്ല എനിക്ക് നിന്നെ കിട്ടുള്ളൂ. നാളെ എനിക്ക് നിന്റെ കല്യാണം. എനിക്കിനി നിന്നെ കാണാൻ കിട്ടില്ലല്ലോ. എന്തൊക്കെ വിക്കി നീ പറയുന്നേ? വിക്കി എന്നെ കല്യാണം കഴിക്കില്ലേ? അതിനു വേണ്ടിയാണോ നമ്മൾ തമ്മിൽ സ്നേഹിച്ചത്? ഇതെല്ലാം നാടകമായിരുന്നോ? ഹലോ ഹലോ ഹലോ, സ്വപ്നത്തെ പോലും ഒരു കാരണവശാലും അങ്ങനെ ഒന്ന് ആലോചിക്കരുത് ആരതി. ഞാൻ ഉദ്ദേശിച്ചത് നാളെ മുതല് നീ എന്റെ ഗേൾഫ്രണ്ട് അല്ലല്ലോ, ഭാര്യയാകാൻ പോവല്ലേ. അതിനിടെ കയറി ഓരോന്ന് പറഞ്ഞ് വെറുതെ കൊളാക്കാൻ നിക്കല്ലേ. ഇന്നൊരു ദിവസം കൂടിയല്ലേ ഉള്ളൂ, അതുകൊണ്ട് എന്റെ ഗേൾഫ്രണ്ടിന്റെ കൂടെ ഒന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ വന്നത്. നാളെ മുതൽ എന്റെ ഭാര്യയായിട്ട് എന്റെ ബെഡ്റൂമിനകത്ത് ഇങ്ങനെ ആരതി. ഇതെന്താ ഇത്രയ്ക്ക് ധൃതിന്ന് എനിക്കറിയില്ല. പൂജകളൊക്കെ തുടങ്ങാൻ പോവാണ്. ഇവിടത്തെ ഒളിച്ചുകളിയൊക്കെ കഴിഞ്ഞെങ്കിൽ ഒന്ന് അങ്ങോട്ട് വന്നാ കൊള്ളാം. വന്ന് എന്റെ അനിയത്തിയും ഈ സീനിൽ വില്ലത്തിയായി മാറിയോ? നല്ലൊരു ചാൻസ് ആയിരുന്നു, മിസ്സാക്കി. ഒന്നുമില്ല, ചേച്ചി വന്നത് എന്തായാലും നന്നായി. വിക്കി ചേച്ചിയുടെ പിറകെ പോയെ ആർക്കും ഒരു സംശയം തോന്നില്ല. ഇല്ല, ഞാൻ പോകില്ല. നോ വേ. പോവാൻ പറഞ്ഞ പൊക്കണം. ഒന്ന് പോ വിക്കി. ഇന്ന് എന്റെ പ്ലാൻ സക്സസ് ആയിരിക്കും. ആയില്ലെന്നുണ്ടെങ്കിൽ ഈ MLA പ്രഭാകരൻ വിട്ടുകൊടുക്കുമെന്നാണോ? ആ പ്രമേലയോടും കുടുംബത്തോടും റിവെഞ്ച് ചെയ്തേ പറ്റൂ. എന്നാലേ എനിക്ക് എമൗണ്ട് വന്നുകൊണ്ടിരിക്കൂ. ഞാൻ ആരാ? MLA പ്രഭാകരനാ. ഒന്നും അങ്ങനെ ഫ്ലോപ്പായി പോകില്ല. എന്താ ചേച്ചി? നീ പോയ കാര്യം എന്തായി? വെറുതെ എന്നെ പറ്റിക്കാൻ വേണ്ടി അതും ഇതും പറഞ്ഞ് എന്റെ അടുത്ത് ഒന്ന് രക്ഷപ്പെടാമെന്ന് നീ കരുതണ്ട. എന്താ ചേച്ചി, ഞാനിവിടെ ഉണ്ടല്ലോ. ടെൻഷന്റെ കാര്യമില്ല, എല്ലാം ചെയ്തിരിക്കും. ഷട്ട് അപ്പ്. എത്ര നാളായി നിന്നോട് ചോദിക്കുന്നു വിക്കി സ്നേഹിക്കുന്ന പെണ്ണ് ആരാണെന്ന്. അതിനൊരു ഉത്തരവ് നിന്റെ കയ്യിലില്ല. അറ്റ്ലീസ്റ്റ് അവരെ നാണം കെടുത്താനുള്ള വല്ല ഐഡിയ എങ്കിലും ഉണ്ടോ? അതിനെങ്കിലും നിന്നെ കൊണ്ട് പറ്റുമോ?
ഓൾറെഡി എല്ലാ പ്ലാനുകളും റെഡിയായി കഴിഞ്ഞു. ശത്രുക്കളുടെ എൻട്രിയും ഓക്കെയാണ്. ഗുണ്ടകളെ എല്ലാം ഞാൻ വിവരം അറിയിച്ചിട്ടുണ്ട്. യു ഡോണ്ട് വറി. എന്തെങ്കിലും ആവട്ടെ, കൂടുതൽ വിശദീകരിക്കൊന്നും വേണ്ട. അവിടെ നെറ്റ്വർക്ക് എന്തോ പ്രശ്നമുണ്ടെന്നാ തോന്നുന്നേ. നിന്റെ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. കൊട്ടേഷനുള്ള ആളുകളെ വിളിക്കാനുണ്ടെങ്കിൽ അതൊക്കെ നോക്കിയും കണ്ട് സൂക്ഷിച്ച് വേണം ചെയ്യാൻ. പ്രഭാകര, ഇനി പൊടി പൂരമായിരിക്കും. ഈ തിരക്കിനിടെ നോട്ട് എണ്ണുന്ന മിഷൻ വാങ്ങിക്കണം. ബാക്കിയുള്ള കാര്യം നീ അന്വേഷിക്കണ്ട. ലക്ഷ്മി ദേവി ഓൺ ദ വേ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. കലാഹൃദയമുള്ളവരെ കാത്തിരുന്ന് കാണൂ. ആദ്യം ബിരിയാണി എവിടെയാണെന്ന് നോക്കാം. വേദാന്തിന് ഒരുപാട് കോണ്ടാക്ട്സ് ഉണ്ട്. അവൻ അവന്റെ പവർ ഉപയോഗിച്ച് നിന്റെ പ്ലാൻ പൊളിക്കാനുള്ള ചാൻസ് ഉണ്ടാവില്ലേ? അവൻ ശരിക്കും ഒരു പോലീസായിരുന്നെങ്കിൽ നീ പറഞ്ഞതിന് ചാൻസ് ഉണ്ടായിരുന്നു. അവനൊരു ഫേക്ക് പോലീസ് ആയതുകൊണ്ട് ഇനി എന്ത് കണ്ടെത്തുമെന്നാ? ലിങ്ക് തന്നെ കട്ടായി പോയില്ലേ? വേദാന്ത് അങ്ങനെ ടെൻഷൻ അടിച്ച് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ മണ്ഡപത്തിൽ മുഹൂർത്ത സമയമായി താലികെട്ടിന് എല്ലാവരും കാത്തിരിക്കും. യെസ്. അപ്പോ ആരതിയുടെ അച്ഛനും അമ്മയും കണ്ണു നിറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. സ്വന്തം മോളുടെ ജീവിതം തകരാതിരിക്കാൻ വേണ്ടി എന്നോട് കരഞ്ഞു കാലുപിടിക്കും. പക്ഷെ ആ പെണ്ണില്ലേ അമൂല്യ, അവളെന്തെങ്കിലും ബുദ്ധി ഉപയോഗിച്ച? അച്ഛന്റെ അമ്മയുടെയും കണ്ണീരിന് മുന്നിൽ അവൾക്ക് മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ സിമ്പിൾ ആൻഡ് കൂളായി ആരതിയെ താലി കിട്ടും. ബാക്കി എല്ലാ കാര്യങ്ങളും അതിന്റെ വഴിക്ക് തന്നെ നടന്നോളൂ. അവിടെ ഇനി വിക്കിയും വേദാന്തും ആരും വന്നാലും ശരി, എന്നെ ഒരിക്കലും തടയാൻ കഴിയില്ല. പക്ഷെ ആരതി? വിക്കി ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിച്ചു എന്ന് പറഞ്ഞ് ആരതിയുടെ ചെവി ഞാൻ തിന്നുകൊണ്ടിരിക്കില്ലേ? പക്ഷെ ആ വേദാന്ത സാധാരണക്കാരനല്ല. നിന്റെ ബുദ്ധി മനസ്സിലാക്കി എന്തെങ്കിലും ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടാവും. അവന്റെ ഭാഗത്ത് നിന്ന് ഒരു കുഴപ്പം ഉണ്ടാവാതെ നോക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്വം. ആ വേദാന്ത് എനിക്കെതിരെ ഇനി എത്ര വലിയ പ്ലാൻ ചെയ്താലും ശരി, അതിനു വേണ്ട കൗണ്ടർ പ്ലാൻ ഞാനും ശരിയാക്കി വെക്കണ്ടേ? എനിക്കിവിടെ ആവശ്യം പോലെ പെരുമാറാനുള്ള ആളുകളുണ്ടല്ലോ. യെസ്, വാട്ട് ഐ ക്യാൻ ഡു ഫോർ യു. അടുത്ത ഇലക്ഷനില് MLA സീറ്റിലേക്ക് എനിക്ക് തന്നെ വോട്ട് ചെയ്യണേ. വോട്ടിന്റെ കാര്യമൊന്നും എനിക്കറിയില്ല. വല്ലതും വേണമെങ്കിൽ വേഗം വന്നത് എല്ലായിടത്തും കഴിക്കി. സില്ലി ഫെലോസ്, നിങ്ങളെപ്പോലുള്ളൊരു കാരണ നാട് നന്നാകാത്തത്. നീയും കൂടെ എന്തിനവിടെ ഫുഡ് കഴിക്കാൻ ബാക്കിയുള്ളൂ. ഈ വന്നവരെല്ലാം ഫുഡ് കഴിച്ചു കഴിഞ്ഞാലേ എനിക്ക് വീട്ടിൽ പോകാൻ പറ്റൂ. എനിക്ക് സാറേ, ചേച്ചി, ഇവിടെ നടക്കുന്നൊന്നും സത്യമാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നാളെയാണോ ആരതി ചേച്ചിയുടെ കല്യാണം? കല്യാണം കഴിഞ്ഞ ആരതി ചേച്ചി നമ്മൾ എല്ലാരും വീട്ട് വിക്കിച്ചേട്ടന്റെ കൂടെ ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? ഇതാ ചേച്ചി, ഞാൻ ഇവളോടൊന്നും പറയരുതെന്ന് പറയുന്നേ. അവൾ എന്തൊക്കെയാ വിളിച്ച് പറയുന്നതെന്ന് അവക്ക് തന്നെ അറിയത്തില്ല. ഇങ്ങനെയൊക്കെ ഇവിടെ വെച്ച് ഉറക്ക സംസാരിക്കല്ലേ. കല്യാണ വീടാ, ആരെങ്കിലും ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ടാവും. ആരെങ്കിലും ഒക്കെ കേട്ടിട്ട് ഈ കാര്യങ്ങളൊക്കെ എല്ലാരും അറിഞ്ഞ എന്താവുന്നറിയോ? പെൺകുട്ടിയോട് വരാൻ പറയൂ. ശരി തിരുമേനി. ആദ്യ ആരതിയെ കൊണ്ടുപോവാ മോളെ.
ചോദയാ